വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 16-ാം അധ്യായം 14 മുതൽ 31 വരെ. ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാകുന്നു. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. എല്ലാവരും ബലാൽക്കരേണ അതിൽ കടപ്പാൻ നോക്കുന്നു. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം. ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ച് അവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവം നമുക്ക് തരുന്ന പണവും വസ്തുവകകളും ഉപയോഗിക്കണം. അത് തന്ന ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കണമെന്നാണ്. ഇതാണ് ലൂക്കോസ് 16-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഉപമയിലൂടെ യേശു പഠിപ്പിച്ചത്. പണം ഉപയോഗിക്കുക, ആളുകളെ സ്നേഹിക്കുക, അതാണ് വേണ്ടത്. പക്ഷേ ഈ ലോകത്ത് നാം സാധാരണ കാണുന്നത് എന്താണ്? പണത്തെ ആളുകൾ സ്നേഹിക്കുന്നു, ആളുകളെ ഉപയോഗിക്കുന്നു. യേശുവിൻ്റെ വാക്കുകൾ കേട്ട പരീശന്മാർ ഇത്തരത്തിലുള്ളവരായിരുന്നു. അവർ ദ്രവ്യാഗ്രഹികളായിരുന്നു. എന്ന് വെച്ചാൽ അവർ പണത്തെ സ്നേഹിച്ചു. അവർക്ക് പണമുണ്ടാക്കാൻ അവർ ആളുകളെ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉപമ കേട്ടപ്പോൾ അവർ അവനെ പരിഹസിച്ചത്. അതിൻ്റെ പ്രതികരണമായാണ് 15-ാം വാക്യത്തിൽ യേശു പറയുന്നത്. താനിങ്ങനെ പറഞ്ഞു, അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ. ഈ പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് പിന്നീട് നാം ഈ ഭാഗത്ത് കാണുന്നത്. മനുഷ്യരുടെ മുമ്പാകെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വ്യഗ്രതയുള്ളവരായിരുന്നു പരീശന്മാർ. അവർ ചെയ്തതെല്ലാം മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. മനുഷ്യർക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും.
മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിലുള്ള പുതിയ ഫാഷൻ നോക്കിയാൽ മതി, അത് നമുക്ക് മനസ്സിലാവും. മനുഷ്യരുടെ മുമ്പാകെ മനുഷ്യന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവ നല്ലതല്ലെന്ന് മാത്രമല്ല, അവ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ദൈവം മനുഷ്യൻ്റെ ഹൃദയം, അവൻ്റെ ഉദ്ദേശം അറിയുന്നു. മനുഷ്യർ നല്ലതെന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാണെന്ന് യേശു പറഞ്ഞു. മനുഷ്യൻ വില കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം അത്ര വലിയ വില കൊടുക്കുന്നില്ല എന്നല്ല യേശു പറഞ്ഞത്. അത് ദൈവത്തിന് അറപ്പാകുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന് സഹിക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞത് ഇതാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹനനയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആർ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും ശബത്തും സമായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസ്യകളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. ദൈവത്തിനു വേണ്ടി എന്ന മട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവം ഇങ്ങനെ പറയുന്നത്. മനുഷ്യരുടെ മുമ്പിൽ സ്വീകാര്യമായ കാര്യങ്ങൾ ദൈവത്തിന് വെറുപ്പാണ്. ന്യായപ്രമാണം ദൈവത്തിൻ്റെ നിലവാരത്തെയാണ് കാണിക്കുന്നത്. ന്യായപ്രമാണം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ അനുസരിക്കുവാൻ പ്രവാചകന്മാർ എല്ലാവരും, യോഹന്നാൻ സ്നാപകനും ആളുകളെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ന്യായപ്രമാണത്തെ കുറയ്ക്കുകയല്ല, മറിച്ച് അതിനെ ഉറപ്പിക്കുകയും അതിലും കാഠിന്യമേറിയ നിലവാരമാണ് യേശു മറ്റുള്ളവർക്ക് നൽകിയത്. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പമെന്ന് യേശു പറഞ്ഞു. എന്നിട്ട് യഹൂദന്മാർ മാറ്റം വരുത്തിയ ന്യായപ്രമാണത്തിലെ ഒരു വിഷയത്തെക്കുറിച്ച് യേശു 18-ാം വാക്യത്തിൽ പറയുന്നു. വിവാഹബന്ധം. ദൈവം ആദിയിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ സ്ഥാപിച്ചതാണ് വിവാഹബന്ധം. എന്നാൽ യഹൂദന്മാർ അവരുടെ സൗകര്യത്തിനു വേണ്ടി ആ വ്യവസ്ഥയിൽ മാറ്റം വരുത്തി. ഹൃദയകാഠിന്യം നിമിത്തം, എന്ന് വെച്ചാൽ ക്ഷമിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് വിവാഹബന്ധത്തെ അവർ ശിഥിലമാക്കി. ഒരു ഉപേക്ഷണപത്രം എഴുതി ദാമ്പത്യം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. യേശു അതിനെതിരെയാണ് സംസാരിക്കുന്നത്. ഈ ഉപേക്ഷണപത്രവും പുനർവിവാഹവുമൊക്കെ മനുഷ്യൻ്റെ മുമ്പിൽ സ്വീകാര്യമായിരിക്കും, പക്ഷേ ദൈവം അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നാണ് യേശു പറഞ്ഞത്. മനുഷ്യൻ്റെ മുമ്പിൽ വളരെ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം യേശു ഒരു ഉപമ പറയുകയാണ്. ഈ ഉപമ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ ഉപമയിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങളും യേശു വെളിപ്പെടുത്തുന്നുണ്ട്. ഒരിടത്ത് ഒരു ശവക്കല്ലറയിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു. അതിങ്ങനെയാണ്: എൻ്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ഇത് ഓർക്കൂ, ഞാനൊരിക്കൽ താങ്കളെപ്പോലെയായിരുന്നു. താങ്കൾ ഒരിക്കൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലാകും. മരണത്തിന് തയ്യാറായി എൻ്റെ പിന്നാലെ വരൂ. ഇങ്ങനെയാണ് എഴുതി വച്ചിരുന്നത്. ഇത് വായിച്ചിട്ട് ഒരാൾ അതിനടുത്ത് എഴുതി ചേർത്തു: താൻ ഏതു വഴിക്കാണ് പോയതെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്നാലെ വരാം എന്ന്. മരണശേഷം ഏതു വഴിക്കാണ് പോകുന്നത് എന്ന് അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ ഉപമയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഉപമയുടെ തുടക്കം ധനവാനും ദരിദ്രനായ ലാസറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. കഥയിലെ ധനവാൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ അയാൾ എങ്ങനെ വസ്ത്രം ധരിച്ചിരുന്നുവെന്നും ഭക്ഷണം എങ്ങനെ കഴിച്ചിരുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് ലഭിച്ചിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മാത്രമാണ് അയാൾ ധരിച്ചിരുന്നത്. ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം അയാൾ എന്നും കഴിച്ചിരുന്നു. പുറമേ മനുഷ്യർ കാണുന്ന ധനവാന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് യേശു പറഞ്ഞത്. ധനവാൻ തൻ്റെ പുറമേയുള്ള ജീവിതത്തിനു വേണ്ടി മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ.
ഏത് കാലത്തും ഇത്തരത്തിലുള്ള അനേകരെ സമൂഹത്തിൽ കാണാം. എന്ത് ഭക്ഷണം കഴിക്കും, എന്ത് വസ്ത്രം ധരിക്കും, ഏതു തരം വീട്ടിൽ താമസിക്കും, ഏതു മോഡൽ വണ്ടി ഓടിക്കും, ഇത്തരം പുറമേയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നവർ. ധനവാൻ അത്തരക്കാരനായിരുന്നു. പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പൊള്ളയായ ജീവിതം നയിച്ചവൻ. പൊങ്ങച്ചവും ആഡംബരവും മാത്രമായിരുന്നു അയാളുടെ ജീവിത ലക്ഷ്യം. ഇതിന് നേരെ വിപരീതമായ ഒരു മനുഷ്യനെയാണ് ലാസർ എന്ന കഥാപാത്രത്തിലൂടെ യേശു കർത്താവ് അവതരിപ്പിച്ചത്. കർത്താവിൻ്റെ ഉപമകളിൽ പേര് പറഞ്ഞിരിക്കുന്ന ഏക കഥാപാത്രം ലാസറാണ്. അവൻ്റെ പേരിൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ലാസർ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം എൻ്റെ സഹായകൻ എന്നാണ്. ലാസർ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് യേശു ഈ പേര് പ്രത്യേകം തിരഞ്ഞെടുത്തത്. അവൻ പാവപ്പെട്ട ഒരു ഭിക്ഷക്കാരനായിരുന്നെങ്കിലും ദൈവമായിരുന്നു അവൻ്റെ സഹായകൻ. ലാസർ എന്ന പേര് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതൊരു ഉപമയല്ല എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഒരു ഉപമയുടെ മറ്റെല്ലാ ലക്ഷണങ്ങളും ഈ കഥയ്ക്കുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആരെങ്കിലും യേശുവിൻ്റെ അറിവിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ലാസർ എന്ന പേര് ആ ദരിദ്രൻ ദൈവഭക്തനായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. ദൈവഭക്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൻ കിടന്നത് ധനവാനായ മനുഷ്യൻ്റെ പടിക്കൽ വഴിയിലായിരുന്നു. രോഗവും വിശപ്പും മാത്രമല്ല, ദേഹമാസകലം വ്രണങ്ങളുമായിട്ടാണ് അവൻ അവിടെ കിടന്നത്. ധനവാൻ്റെ മേശയിൽ നിന്നും വീഴുന്ന എച്ചിൽ പ്രതീക്ഷിച്ചതാണ് അവൻ ആ പടിപ്പുരയ്ക്കൽ കിടന്നത്. ആ കാലത്ത് ധനികരായ ആളുകൾ കഴിക്കുന്ന അപ്പത്തിൻ്റെ അരികിലുള്ള ഭാഗം അതവർ കഴിക്കില്ലായിരുന്നു. അവിടെയാണ് അവർ കൈ തുടയ്ക്കുന്നത്. അത്തരം അപ്പക്കഷ്ണങ്ങൾ അവർ പുറത്തെറിഞ്ഞു കളയും. അത്തരം അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയാണ് ലാസർ ആ ധനവാൻ്റെ പടിക്കൽ കാത്തുകിടന്നത്. ലാസറിന് ആകെ കൂടെ ലഭിച്ച സഹായം നായ്ക്കളിൽ നിന്നായിരുന്നു. ധനവാൻ തൻ്റെ പടിക്കൽ കിടന്നിരുന്ന ലാസറിനെ എന്നും കാണുമായിരുന്നു. പക്ഷേ അവനെ അയാൾ സ്ഥിരമായി അവഗണിച്ചിരുന്നു. അടുത്തതായി ഈ കഥയുടെ രണ്ടാമത്തെ രംഗം കർത്താവ് അവതരിപ്പിക്കുന്നു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിൻ്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രധാനമായും ഈ ഉപമ വായിക്കുന്നവർക്കുണ്ടാകുന്നത്. അതിലൊന്നാമത്തേത് ആ ധനികൻ അർഹിക്കുന്നത് കിട്ടി എന്ന പ്രതികരണമാണ്. പാവപ്പെട്ടവനെ അവഗണിച്ച ധനികന് പരലോകത്ത് അവൻ അർഹിക്കുന്ന യാതന കിട്ടി എന്ന വിശദീകരണം. ഭൂമിയിൽ ധനവാന്റെ ശവസംസ്കാരം വലിയ പരിപാടിയായി നടക്കുമ്പോൾ തന്നെ അയാൾ യാതനാസ്ഥലത്ത് കിടന്ന് നിലവിളിക്കുന്നു. ലാസറിൻ്റെ ശവസംസ്കാരത്തെപ്പറ്റി യേശു കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷേ ലാസറിൻ്റെ ശവം പട്ടണത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിരിക്കും. ഭിക്ഷക്കാർ മരിച്ചാൽ അങ്ങനെയായിരുന്നല്ലോ ചെയ്തിരുന്നത്. എന്നാൽ അടുത്ത ജീവിതത്തിൽ ലാസറിന് ആശ്വാസമാണ് ലഭിച്ചത്, ധനവാന് യാതനയും. ഇതങ്ങനെ തന്നെ വേണമെന്ന് ആളുകൾ സാധാരണ പറയാറുണ്ട്. ഭൂമിയിൽ കഷ്ടപ്പെടുന്നവന് പരലോകത്ത് ആശ്വാസം, ഭൂമിയിൽ ആശ്വസിക്കുന്നവന് പരലോകത്ത് യാതന. നമ്മൾ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് തെറ്റാണ്. ഇങ്ങനെ മതങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് കാറൽ മാക്സ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞത്. കാറൽ മാക്സിൻ്റെ കമ്മ്യൂണിസം പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതം തീരുന്നതുവരെ ദരിദ്രരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മതങ്ങൾ പരലോകത്തെപ്പറ്റി പറയുന്നത് എന്നാണ്.
അങ്ങനെ പഠിപ്പിച്ചാൽ പാവപ്പെട്ടവർ പ്രതിഷേധിക്കില്ല എന്നും കമ്മ്യൂണിസം പറയുന്നു. നമ്മൾ ഈ ഉപമയിൽ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ധനമുണ്ടായിരുന്നത് കൊണ്ടല്ല ധനവാൻ യാതനാസ്ഥലത്തെത്തിയത്. അതുപോലെ തന്നെ ദരിദ്രനായതുകൊണ്ടല്ല ലാസർ സ്വർഗത്തിലെത്തിയത്. സ്വർഗവും നരകവും ഭൂമിയിൽ മനുഷ്യർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് കൂലിയായി ലഭിക്കുന്നതല്ല. സ്വർഗത്തിലോ നരകത്തിലോ ഒരു വ്യക്തി ചെന്നു ചേരുന്നതിൻ്റെ കാരണം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മറ്റൊരു തരത്തിലുള്ള പ്രതികരണം കൂടി ഈ ഉപമ കേൾക്കുമ്പോൾ ഉണ്ടാകും. അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് നരകത്തെക്കുറിച്ച്, യാതനാ സ്ഥലത്തെക്കുറിച്ച്, നരകത്തിലെ തീയെക്കുറിച്ചൊക്കെയാണിത്. ചിലർ പറയുന്നത് യേശു നരകത്തെക്കുറിച്ചും തീയെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ലായിരുന്നു എന്നാണ്. അവർ പറയുന്നതും ശരിയല്ല. ഇത് യേശു പറഞ്ഞത് തന്നെയാണ്. ഇവിടെ യേശു യാതനാസ്ഥലത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്ഷരികമായി ശരിയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് കേട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. അബ്രഹാമിൻ്റെ മടിയിലാണല്ലോ ലാസർ ഇരിക്കുന്നത്. അബ്രഹാമിൻ്റെ മടി എന്നത് അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ് അല്ലേ? മരിച്ച നീതിമാന്മാരെല്ലാം അക്ഷരാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ മടിയിലേക്കാണോ പോകുന്നത്? അല്ല. പിന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഉള്ളിടത്തേക്കാണ് അവർ ചെല്ലുന്നത് എന്നാണ്. അതുപോലെ തന്നെ യാതനാസ്ഥലവും അബ്രഹാമിൻ്റെ മടിയും അക്ഷരാർത്ഥത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് തർക്കിച്ച് നാം സമയം കളയേണ്ട കാര്യമില്ല. യാതനാസ്ഥലം ഭൂമിക്കടിയിലാണെന്നും അല്ല പുറത്തെവിടെയോ ആണെന്നും ഒക്കെ ആളുകൾ പറയുന്നു. പക്ഷേ ഈ ഉപമയുടെ പ്രധാന ഉദ്ദേശം ആ സ്ഥലങ്ങൾ എവിടെയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയല്ല, മറിച്ച് യാതനാസ്ഥലം അവിടെ എത്തുന്നവരോട് എന്തു ചെയ്യും എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കാൻ യാതനാസ്ഥലത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ചില വസ്തുതകളെ നോക്കാം. ജ്വാല, വെള്ളം, നാവ്, വലിയ വിടവ് മുതലായവയാണിത്. ഇവയൊക്കെ എന്തിനെയാണ് കാണിക്കുന്നത്? അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ യാതനാസ്ഥലത്തെ വിവരിക്കുവാൻ ചില ആലങ്കാരിക പദങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ പലപ്പോഴും ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ. ഉദാഹരണം, യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഇത് പറഞ്ഞ ഉടനെ യേശു വാതിലായി മാറിയോ? ഇല്ല. ഞാൻ നല്ല ഇടയനാകുന്നു. പക്ഷേ യേശു വടിയൊക്കെ പിടിച്ച് ഒരാടിനെയും കൊണ്ട് നിൽക്കുന്ന ഇടയനായി മാറിയോ? ഇല്ല. ഇതൊക്കെ യേശു പറഞ്ഞ ആലങ്കാരിക ഭാഷാപ്രയോഗങ്ങളാണ്. അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ വർണ്ണിക്കുവാൻ ഈ ഉപമയിലും ചില ആലങ്കാരിക പ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവയുടെ അർത്ഥം മനസ്സിലാക്കുകയാണ് പ്രധാനം. അവ പല പ്രധാന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. തീജ്വാല, മനസ്സിനുള്ളിൽ ഓർമ്മകൾ കത്തുന്ന അനുഭവമാണ് നൽകുന്നത്. എമ്മവസിലേക്ക് പോയ ശിഷ്യന്മാരെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അവരോടൊപ്പം നമ്മുടെ കർത്താവ് നടന്നു. കർത്താവ് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നീട് ആ ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളം കത്തുകയായിരുന്നുവെന്ന്. തീജ്വാല കൊണ്ടുള്ള യാതന എന്ന് പറയുന്നത് ശാരീരിക പീഡനത്തിലും ഉപരി മാനസികവും ആത്മീകവുമായ പീഡനമായിരിക്കും. അവിടെ ഓർമ്മകൾ അവരെ പീഡിപ്പിക്കും, യാതന നൽകും. അതാണല്ലോ യഥാർത്ഥ നരകം. ചിലർ പറയാറുണ്ട്, എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം നരകത്തിലേക്കാണ് പോകുന്നത്. സുവിശേഷം കേൾക്കുമ്പോഴാണ് അവരങ്ങനെ പറയുന്നത്. എന്നിട്ട് അവർ പറയും, അവരെല്ലാവരും നരകത്തിൽ പോകുന്നതുകൊണ്ട് ഞാനും ആ നരകത്തിലേക്ക് തന്നെ പോകും. ഇങ്ങനെ പറഞ്ഞ് നിത്യജീവനെ, സുവിശേഷത്തെ തുച്ഛീകരിക്കുന്നവരുണ്ട്. പക്ഷേ നരകത്തിൽ ആരും അവരുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കാണില്ല. അവർ അവിടെ തനിച്ചായിരിക്കും. തന്നെ തന്നെ അല്ലാതെ മറ്റാരെയും നരകത്തിൽ കാണില്ല. വെള്ളം, അത് ആശ്വാസത്തിൻ്റെ, തണുപ്പിൻ്റെ ചിഹ്നമാണ്. ലാസറിൻ്റെ വിരൽ കൊണ്ട് വെള്ളം എൻ്റെ നാക്കിൽ തൊടുവിക്കണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ലഭിക്കുവാനുള്ള വ്യഗ്രതയാണ്. നരകത്തിൽ അതില്ല, അത് ലഭിക്കില്ല. വലിയ പിളർപ്പുണ്ട് എന്ന് അബ്രഹാം പിതാവ് പറയുന്നു. ഒരിക്കലും മാറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ആ പിളർപ്പ് കാണിക്കുന്നത്. ഒരിക്കൽ അവിടെ എത്തിയാൽ പിന്നെ അവിടെ തന്നെ തുടരണം. ഇത് വായിച്ച് നമ്മൾ നടുങ്ങുന്നുണ്ടെങ്കിൽ
ഒരു കാര്യം നാം ഓർക്കണം, ദൈവവും ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യരാരും ഈ സ്ഥലത്ത് എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മനുഷ്യർ അത് മനഃപൂർവ്വം തിരഞ്ഞെടുക്കുകയാണ്. ഈ കഥയുടെ അവസാന ഭാഗം ധനികനും അബ്രഹാം പിതാവുമായുള്ള സംഭാഷണമാണ്. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവനല്ല, അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നരകത്തിൽ വച്ചാണ് ആദ്യമായി ഈ ധനവാന് ആരോടെങ്കിലും വാസ്തവത്തിൽ സ്നേഹം തോന്നിയത്. തൻ്റെ സഹോദരന്മാരോടുള്ള സ്നേഹം. അവർ 5 പേരുണ്ട്. പക്ഷേ ആ സഹോദര സ്നേഹം പോലും അയാളുടെ യാതന വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. ഭൂമിയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ പറ്റില്ല എന്ന തിരിച്ചറിവ് നരകത്തിൽ അയാളുടെ യാതന വർദ്ധിപ്പിക്കുന്നു. തൻ്റെ സഹോദരന്മാർക്ക് മുന്നറിയിപ്പ് നൽകാൻ ലാസറിനെ അയക്കണമെന്ന അപേക്ഷ പോലും അസാധ്യമായിരുന്നു. അതൊരല്പം കൂടുതലല്ലേ എന്ന് നമുക്ക് തോന്നും. എന്നാൽ അബ്രഹാം പിതാവ് പറയുന്നത്, മരിച്ചയാൾ മടങ്ങിച്ചെന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നാണ്. മോശയെയും പ്രവാചകന്മാരെയും വിശ്വസിക്കാത്തവർ മരിച്ചിട്ടൊരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത്. ഈ ഉപമയിൽ മനുഷ്യന് അത്ഭുതങ്ങളോടും അടയാളങ്ങളോടുമുള്ള ആഗ്രഹത്തെ കാണാം. അത്ഭുതങ്ങൾ കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കും, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ വിശ്വസിക്കും, സ്വർഗത്തിൽ നിന്നൊരടയാളം കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കും എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അത് ശരിയല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ സമയത്ത് നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട എത്ര പേർ അവനിൽ വിശ്വസിച്ചു? അവൻ്റെ അത്ഭുതം കണ്ട എത്ര പേർ യേശുവിനോടൊപ്പം നിൽക്കാൻ തയ്യാറായി? വളരെ ചുരുക്കം പേരേ അതിന് തയ്യാറായുള്ളൂ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു അത്ഭുതകരമായ ഭക്ഷണം നൽകിയത് ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷിച്ചു. ധനവാന്റെയും ലാസറിൻ്റെയും ഈ ഉപമ കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം യേശു ഒരു വലിയ അത്ഭുതം ചെയ്തു. ലാസർ എന്ന് പേരുള്ള മറ്റൊരാളെ യേശു ഉയർപ്പിച്ചു. മരിച്ച് അടക്കം ചെയ്ത് ചില ദിവസങ്ങൾക്ക് ശേഷമാണ് യേശു ആ ലാസറിനെ ഉയർപ്പിച്ചത്. അതും ഒരു വലിയ പുരുഷാരത്തിൻ്റെ മുമ്പിൽ വെച്ച്. ഈ അത്ഭുതം കണ്ട ആളുകൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ വിശ്വസിച്ചോ? ഇല്ല. അവർ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, യേശുവിനെയും യേശു ഉയർപ്പിച്ച ലാസറിനെയും കൊല്ലണമെന്ന് അവർ ഗൂഢാലോചന നടത്തുകയായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും ഇതുതന്നെയല്ലേ സംഭവിച്ചത്? അനേകരും വിശ്വസിച്ചില്ല. അബ്രഹാം പറഞ്ഞതാണ് വാസ്തവം. മനുഷ്യന് ഏറ്റവും വിശ്വസനീയമായ തെളിവ് മോശയും പ്രവാചകന്മാരുമാണ്. അത് ദൈവവചനമാണ്. മോശയും പ്രവാചകന്മാരുമാണല്ലോ പഴയ നിയമം എഴുതിയത്. വചനമാണ് വിശ്വാസത്തിന് അടിസ്ഥാനം, പ്രത്യേകിച്ച് ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്ത വചനം. ധനവാൻ യാതനാസ്ഥലത്തെത്തിയത് ധനമുണ്ടായിരുന്നിട്ടല്ല, മറിച്ച് മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകളായ വചനം അനുസരിക്കാഞ്ഞിട്ടാണ്. അബ്രഹാം വളരെ ധനികനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ഈ സമയത്ത് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അബ്രഹാം സ്വർഗത്തിലായിരുന്നല്ലോ. ധനവാൻ എന്ന നിലയിൽ ഇയാൾ ചെയ്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ ത്യജിക്കുന്നതിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അവൻ്റെ സ്വാർത്ഥതയും ആർഭാടപൂർണമായ ജീവിതശൈലിയും ദൈവവചനം തിരസ്കരിച്ചതിൽ നിന്നും ഉണ്ടായതാണ്.
ധനവാനായതുകൊണ്ടല്ല അയാൾ യാതനാ സ്ഥലത്തെത്തിയത്. നേരെ മറിച്ച് ലാസർ സ്വർഗത്തിലെത്തിയത് മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ വിശ്വസിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തെ അവൻ തൻ്റെ സഹായകനാക്കി. ഭൂമിയിൽ അവൻ സഹിച്ച കഷ്ടപ്പാടുകളുടെ പ്രതിഫലമായിട്ടല്ല ലാസർ സ്വർഗത്തിലെത്തിയത്. നരകത്തിൽ അനേകം പാവപ്പെട്ടവരും കാണും, അതുപോലെ സ്വർഗത്തിൽ ധനികരും കാണും. ദൈവവചനം വിശ്വസിച്ചോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗവും നരകവും ആളുകൾക്ക് ലഭിക്കുന്നത്. യേശു കർത്താവ് ഈ ഉപമയിലൂടെ പറയുന്ന പ്രധാന കാര്യം ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഈ ഉപമയിൽ ധനവാൻ പറയുന്ന തൻ്റെ 5 സഹോദരന്മാർ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. അതാണ് പ്രധാന കാര്യം. താങ്കൾ ഒരുപക്ഷെ ചെറുപ്പമായിരിക്കും, ഉടനെയൊന്നും മരിക്കുകയില്ല, അതുകൊണ്ട് ജീവിതം ആസ്വദിക്കാം, പരലോകത്തിൻ്റെ കാര്യം അത് വരുമ്പോൾ നോക്കാം എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നത്. പക്ഷേ ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് മരണാനന്തര ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ തന്നെയാണ് എന്നാണ്. ഈ ജീവിതത്തിൽ തന്നെ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കുക. ദൈവം അയച്ച ദൈവവചനം വിശ്വസിക്കുവാനും അനുസരിക്കുവാനുമാണ് ഈ ജീവിതം. അതിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ശോഭനമായ ഒരു ജീവിതം മരണശേഷം നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാന കാര്യം മോശയും പ്രവാചകന്മാരും പറഞ്ഞത്, പ്രത്യേകിച്ച് ഈ ഉപമ പറഞ്ഞ യേശുവിനെ വിശ്വസിക്കുക എന്നതാണ്. യേശുവിൻ്റെ മരണം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ യേശു വന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ താങ്കളെ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ലഭിക്കും എന്നതാണ്. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957. വചനദീപം